മൊയ്തുക്കയുടെ വരവാണ് വരവ്. അതാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ചൂര വെള്ളം ഇങ്ങനെ അലറി വരുന്നു. അപ്പൊ മൊയ്തുക്കയാണെങ്കിൽ കുട്ടിയെ പിടിച്ച് ഞാൻ അത്ര പെട്ടെന്നല്ല കുട്ടിയെ പിടിക്കുന്നത്. കാരണം വെള്ളം അലറി വരുന്നത് എൻ്റെ ബെഡിൽ നിന്ന് ഞാൻ അറിയിക്കില്ല. നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ മകളെ വീട്. പുഴയുടെ അപ്പുറത്ത് അല്ല, വീട്ടിൽ തന്നെ 2 റൂം, ഞാനൊരു റൂം അവിടെ ഒരു റൂമാണല്ലോ. ഈ റൂമിൽ നിന്ന് മറ്റേ റൂം കിടന്ന് ചെല്ലണ്ടേ അവളെയും കുട്ടീനെ രക്ഷപ്പെടുത്തണമെങ്കിൽ. അപ്പൊ ഈ റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നത് തന്നെ ഇത്രക്ക് ചെളിയില്ല. അവളെ റൂമിലെത്തുമ്പോഴത്തേക്ക് ചളി ഇങ്ങനെ കയറി വരിക. വെള്ളമല്ല, വെള്ളം ചെളിയും കൂടെ കയറി. അതിന് എങ്ങനെയൊക്കെ കുട്ടീനെ പിടിച്ച് പൊന്തിച്ച് ഞാൻ. അപ്പം വെള്ളം ഇങ്ങനെ കയറി വരിക. വെള്ളം കയറി വരുമ്പോൾ വെള്ളം ഇത്രക്കെത്തി. അപ്പോൾ ഒരു സോഫയും കട്ടിലും എല്ലാം കൂടെ പൊന്തുന്നുണ്ട്. എന്തിലോ ചവിട്ട് കിട്ടി എനിക്ക് ഫാന് പിടിക്കാൻ കിട്ടി. ആ ഫാന് പിടിച്ച് തൂങ്ങി അതിലേക്ക് ചെളിയിലേക്ക് തന്നെ ആടിയിട്ട് അവിടെ തന്നെ വാതിൽ ലേശം തുറന്നു കിടക്കുന്നുണ്ട്. ഈ ഒരു ക്യാപ്പുണ്ട്. ആ ക്യാപ്പിൽ കൂടെ ഞാൻ മോനെ തൂക്കി കിടക്കുമ്പോൾ മോൻ്റെ തലവിടടിച്ചു പോയി. അത് ഈ നല്ല വെള്ളം വന്നു. അങ്ങനെ ഞങ്ങൾ ടൗണിലെത്തുമ്പോഴത്തേനും ഞാൻ 5-8 ആളോട് വിളിച്ച് ഇങ്ങനെ പറയുന്നില്ല, എല്ലാവരും രക്ഷപ്പെട്ടോളി, ഇതാ മഴവെള്ളം പൊട്ടി വരികയാണ്, ചെളികൾ ഇങ്ങനെ വന്നോളി, രക്ഷപ്പെടാനുള്ളവർ രക്ഷപ്പെട്ടോളി. ഇങ്ങനെ ഒരു 5-8 പ്രാവശ്യം വിളിച്ച് പറഞ്ഞ് ഞാൻ അപ്പാട് വൈഡായിപ്പോയി. എങ്ങനെയൊക്കെയാണ് ഞാൻ തലനാര എനിക്ക് രക്ഷപ്പെട്ടു പോകുന്നത്. ഇപ്പോ കാലിന്റെ മുറിവൊക്കെ ബാക്കിയുണ്ട് അല്ലേ? കാലിന് മുറിവാ. അപ്പൊ ഇന്ന് എക്സ്റേ എടുക്കാൻ പറഞ്ഞ അതൊക്കെ മുറിവാ. ഇതിന്റെ ഉള്ളിലൊക്കെ മുറിവാണ്. ആകെ എന്നാലും പ്രാണം കിട്ടിയില്ലേ? വൈഡായി പോയി. ഞാനൊരാട് ആയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാനും എന്താ നിങ്ങളോട് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അറിയാം, നമുക്കറിയാം. എന്നാലും മോയ്ക്ക് അങ്ങനെ കാണുന്നതിന് നമുക്കൊരു സന്തോഷം. നോക്കിപ്പോ കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ എൻ്റെ മനസ്സിങ്ങനെ പൊട്ടാണ്. സ്വാഭാവിക മരണം ആണെങ്കിൽ നമുക്ക് വിഷയം, നമ്മളേതായാലും മരിക്കേണ്ട ആളല്ലേ. പക്ഷെ ഇതല്ല. എന്നാലും അത് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ജീവിതം ഇനിയും ബാക്കിയുണ്ടെന്ന് ദൈവം പറഞ്ഞു തരാണ്. പറഞ്ഞു തരും അല്ലേ? അതാണ് കാര്യം. നമ്മളിതൊന്നും പറഞ്ഞൊന്നുമല്ല കാര്യം. ഇനിയും വരാനിരിക്കുന്നതാണ് ജീവിതം. വന്നു പോയതിൽ തന്നെ ഇതിൽ ഒരുപാട് പറയാനുണ്ട്. ചൂരൽമലയെന്ന് മൊയ്തുക്ക കടന്നു വന്നിങ്ങനെ ഇരിക്കുന്നത്, ഈ കുട്ടികളിപ്പോ കളിക്കാൻ തുടങ്ങുന്നത് മൊയ്തുക്ക ഒരു വട്ടം കൂടിയും കാണുന്നത്. അത് പടച്ചോൻ പറഞ്ഞിട്ടാണ് അല്ലേ? പടച്ചോൻ എല്ലാവരും എല്ലാ ദൈവങ്ങളും പറഞ്ഞിട്ടാണ്. അരുൺ കിഷോറിനൊപ്പം കെ മധു, മാതൃഭൂമി ന്യൂസ്.